വിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവചരിത്രം തുടരുന്നു. എലിശബയുടെ അടുത്തേക്കുള്ള യാത്ര. 14 വയസ്സുള്ളവളായ കന്യകമറിയം, കന്മഷമേശാത്ത മാടപ്രാവ്, പരിശുദ്ധ വചനിപ്പോടുകൂടി തന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് അശേഷം ബോധവതിയാകാത്ത മട്ടിൽ ദൈവാലയത്തിലെ വാതിൽമറയുടെ പണിയിൽ രക്തശ്രദ്ധയായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ വിശുദ്ധ ദൈവമാതാവ് ഉണ്ടായ സംഭവങ്ങൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വാതിൽമറയുടെ പണികൾ പൂർത്തിയാക്കി ദൈവാലയത്തിൽ ഏൽപ്പിച്ച് മടങ്ങി ഭവനത്തിലെത്തി. നീതിമാനായ യോസെഫ് ഈ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ മറിയമ്മനോട് പറഞ്ഞതുപോലെ കാലയാപനത്തിനുള്ള വക തേടുവാൻ ഒരു വീട് പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടതിന് പുറത്തു പോയിരുന്നു. പണി ചെയ്ത് പണമുണ്ടാക്കി തിരിച്ചെത്തി മറിയമ്മനെ സംരക്ഷിപ്പാൻ അദ്ദേഹം ബന്ധപ്പെട്ട് പണിയെടുത്തു. തൻ്റെ ചാർച്ചക്കാരിയും സക്രിയ പുരോഹിതന്റെ ഭാര്യയുമായ എലിശബയെക്കുറിച്ച് മറിയം ഓർത്തു. അവൾ മച്ചിയായിരുന്നെങ്കിലും വാർദ്ധക്യത്തിൽ ദൈവം അവളോട് കാണിച്ച കരുണയെക്കുറിച്ച് അവൾ ദൈവത്തെ സ്തുതിച്ചു. മലനാട്ടിലുള്ള അവളുടെ വീട്ടിലേക്ക് പോകുന്നതിനും അവളെ കണ്ട് അഭിനന്ദിക്കുന്നതിനും അവളോടൊത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനും അവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതിനും മറിയാം ആഗ്രഹിച്ചു. മറിയാം ബന്ധപ്പെട്ട് എലിശബയുടെ വീട്ടിലെത്തി അവളുടെ കതകിൽ മുട്ടി വിളിച്ചു. കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ട് എലിശബ വേഗം എണീറ്റ് വാതിൽ തുറന്നു. അത്യത്ഭുതകരമായ കാഴ്ച കണ്ട് പരിശുദ്ധ റൂഹായാൽ നിറയപ്പെട്ട് കന്യക മറിയാമിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് എലിശബ അട്ടഹസിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരുവാൻ ഇടവരുത്തിയതാര്? അതിനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ലഭിച്ചു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദരത്തിലെ ശിശു തുള്ളിച്ചാടി. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലം അനുഗ്രഹിക്കപ്പെട്ടത്. കർത്താവ് കൽപ്പിച്ചത് നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് കേട്ട് മറിയാം അമ്പരന്ന് നിന്നു. ഗബ്രിയേൽ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ വരെ ഓർമ്മിക്കാതിരുന്നവളായ ബാലികയായ മറിയാം ഇക്കാര്യങ്ങളിൽ തികച്ചും അജ്ഞയായിരുന്നു. ഈ വന്ദനസ്വരങ്ങളിലും പ്രശംസയും ദൈവമാതാവ് എന്ന അഭിസംബോധനയും കേട്ട് കന്യക മറിയാം തൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം നിരൂപിച്ചു, എനിക്ക് ഭാഗ്യം, എൻ്റെ ദൈവമേ, ലോകത്തിലെ സർവ്വതലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് വിളിക്കത്തക്കവണ്ണം അടിയൻ എന്തുള്ളൂ. എലിശബ വളരെ സന്തോഷത്തോടെ മറിയമിനെ തൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് ആനയിച്ചു. വൃദ്ധയും ഗർഭിണിയുമായ തൻ്റെ ഉറ്റവളെ ശുശ്രൂഷിച്ചും സഹായിച്ചും 3 മാസത്തോളം മറിയം എലിശബയുടെ വീട്ടിൽ താമസിച്ചു. മറ്റുള്ളവർക്ക് ശ്രദ്ധേയമായ വിധത്തിലായിത്തീരുന്നതും മനസ്സിലാക്കിയ മറിയം വേഗം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അവൾ ഇസ്രായേൽ മക്കളിൽ നിന്ന് തന്നെത്താൻ മറഞ്ഞിരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടി. ഇക്കാലമത്രയും ദൂരെ പണിയെടുക്കാൻ പോയിരുന്ന യൗസേപ്പ് അന്നൊരു ദിവസം വീട്ടിൽ തിരിച്ചെത്തി. തൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ബാലികയെക്കുറിച്ച് അദ്ദേഹം ഉത്കണ്ഠാകുലനായിരുന്നു. അവളെ കണ്ട മാത്രയിൽ അവളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. നീതിമാനായ യൗസേപ്പിൻ്റെ ചങ്ക് പൊട്ടുന്ന തരത്തിലുള്ള ദുഃഖം അവനുണ്ടായി. അവൻ വളരെ അസ്വസ്ഥനും സംശയാലുവുമായി കാണപ്പെട്ടു. അവൻ തന്നെത്താൻ മുഖത്തടിച്ചും മാറത്തലച്ചും നിലത്ത് വീണ് മഹാസങ്കടത്തോടുകൂടെ കരഞ്ഞു വിലപിച്ചു. തൻ്റെ കൈകളെ ഉയർത്തി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ ആകാശത്തിലേക്ക് നോക്കേണ്ടു? ഈ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ എന്തു പറയേണ്ടു? ഇവൾക്ക് വേണ്ടി ഞാൻ എന്ത് പ്രാർത്ഥിക്കേണ്ടു? ഇവൾ കന്യകയായിരുന്നപ്പോൾ ഞാൻ ഇവളെ ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുപോന്നു. ആചാര്യന്മാരും ജനങ്ങളും എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഇവളെ കാത്തുകൊണ്ടില്ല. ഈ ചതി എന്നോട് ചെയ്തതാര്? അയ്യോ, എൻ്റെ കുടുംബത്തിൽ ഈ അശുദ്ധി പ്രവർത്തിച്ചതാര്? ഈ കന്യകയായ യുവതിയെ ആക്രമിച്ച് മലിനപ്പെടുത്തിയതാര്? ആദാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ സാത്താൻ സർപ്പമായി വന്ന് ഹവ്വായെയും അവൾ മൂലം ആദാമിനെയും വഞ്ചിച്ചതുപോലെ എനിക്കും പറ്റിയിരിക്കുന്നുവോ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിലത്ത് കമിഴ്ന്നു വീണ് കഠിനമായി സ്വയം പീഡിപ്പിച്ച് കരഞ്ഞു. അനന്തരം അവൻ എണീറ്റ് മറിയാമിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, സദാ ദൈവിക ചിന്തയിൽ മാത്രം കഴിഞ്ഞിരുന്ന നീ ഈ ചെയ്തതെന്ത്? എന്തിനെ ഇപ്രകാരം ചെയ്തു? നീ ദൈവത്തെ മറന്ന് സ്വയം നശിപ്പിച്ചല്ലോ. നീ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വളർന്നവളാണല്ലോ. മറിയാം വലിയ വിലാപത്തോടും ദുഃഖത്തോടും കേണുവീണ് ഇപ്രകാരം പറഞ്ഞു, നീതിമാനായ യജമാനെ, ദൈവമായ കർത്താവാണ് ഞാൻ വെടിപ്പുള്ളവളാകുന്നു. എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല. യൗസേപ്പ് അവളോട്, എങ്കിൽ നിനക്ക് വന്ന ഈ മാറ്റം എങ്ങനെ എന്ന് ചോദിച്ചതിന് മറിയാം തൻ്റെ കൈകളെ മലർത്തിക്കൊണ്ട്, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ച് ഭയവും ദുഃഖവും സഹിക്കവയ്യാതെ വിലാപത്തിൽ ആലോചനാമഗ്നായി യൗസേപ്പ് കുറേ നേരം ഇരുന്നു. ആ നീതിമാൻ ഇപ്രകാരം സ്വയം പറഞ്ഞു, ഞാൻ ഇവളെ മറച്ചു വെച്ചാൽ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിന് വിപരീതം പ്രവർത്തിക്കുന്നവനായി പാപം ചെയ്യുന്നവനാകും. ഇവളെ ഇസ്രായേലിന് വെളിപ്പെടുത്തിയാൽ ന്യായപ്രമാണപ്രകാരം ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. പക്ഷേ ഇവളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതായി വരും. അതുകൊണ്ട്
ആരും അറിയാതെ ഇവിടെ ഉപേക്ഷിച്ചു കളയാം. ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചുറപ്പിച്ചെങ്കിലും യൗസേപ്പ് വളരെ അസ്വസ്ഥനും ദുഃഖിതനുമായി കാണപ്പെട്ടു. അന്ന് രാത്രിയിൽ വളരെ ഇരുട്ടുന്നതുവരെയും അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഏറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ്റെ വീട് മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞു. യൗസേപ്പ് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ദൂതൻ അവനോട്, യൗസഫേ, നീ അവളെക്കുറിച്ച് ഭയപ്പെടേണ്ട. അവളുടെ കന്യാത്വത്തെക്കുറിച്ച് നീ സംശയിക്കുകയോ അവളെ തെറ്റിദ്ധരിച്ച് ചേർത്തുകൊള്ളുവാൻ മടിക്കുകയോ വേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നതിനെക്കുറിച്ച് നിന്റെ ഹൃദയം വ്യാകുലപ്പെടേണ്ട. അത് മനുഷ്യനിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നാകുന്നു. അവൾ കന്യകയായിരുന്നു കൊണ്ട് പുത്രനെ പ്രസവിക്കും. അവൻ ദൈവപുത്രനാകുന്നു. അവൻ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കും എന്നതിനാൽ രക്ഷിതാവ് എന്നർത്ഥമുള്ള യേശു എന്ന് നീ അവന് പേര് വിളിക്കണം. യൗസേപ്പ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അത് ദൈവിക ദർശനമായിരുന്നു എന്നവൻ അറിഞ്ഞു. അവൻ വേഗം എണീറ്റ് മറിയാമിൻ്റെ അടുക്കൽ ചെന്നു. കരഞ്ഞും ദുഃഖിച്ചും ഉറങ്ങാതിരുന്ന ബാലിക യജമാനന്റെ മുമ്പിൽ എണീറ്റ് നിന്നു. നീതിമാനായ യൗസേപ്പ് അവളോട് ഉണ്ടായ ദർശനം അറിയിച്ചു. അവളെ സംശയിച്ചതിലും ദുഃഖിപ്പിച്ചതിലും സങ്കടപ്പെട്ട് അവളോട് ആശ്വാസവചനങ്ങൾ പറഞ്ഞു. കൃപയോടെ അവളുടെ കന്യാത്വത്തെ കാത്തുകൊണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തി. അവളിൽ ഇറങ്ങി വസിച്ചിരിക്കുന്ന ദൈവത്തെ വീണു വണങ്ങി വിശുദ്ധ കന്യകയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് അവളെ ആശ്വസിപ്പിച്ചു. എല്ലാ സംശയങ്ങളും നീങ്ങി സന്തോഷത്തോടെ അവളെ കൈക്കൊള്ളുകയും അവളുടെ കന്യാത്വത്തിന് ഭംഗം വരുത്താതെ അവളെ അവൻ്റെ സംരക്ഷണയിൽ ചേർത്തുകൊള്ളുകയും ചെയ്തു. യൗസേപ്പ് പണിസ്ഥലത്ത് നിന്നും തിരിച്ചെത്തിയെന്ന് അവൻ്റെ സ്നേഹിതൻ ഹനനിയ എന്ന ശാസ്ത്രി അറിഞ്ഞു. വീട്ടിലുള്ളപ്പോഴെല്ലാം കൃത്യമായി ആരാധനയ്ക്ക് ദൈവാലയത്തിൽ എത്തുന്നവനായിരുന്നു യൗസേപ്പ്. എന്നാൽ അന്ന് യൗസേപ്പിനെ നമസ്കാരത്തിന് പള്ളിയിൽ കാണാത്തതിനാൽ ഹനനിയ അവനെ അന്വേഷിച്ച് യൗസേപ്പിൻ്റെ വീട്ടിൽ എത്തി. എന്താണ് ദൈവാലയത്തിൽ വരാത്തതെന്ന് അന്വേഷിച്ചു. അവൻ വളരെ യാത്ര ചെയ്തു ക്ഷീണിതനായിരുന്നതിനാൽ വീട്ടിൽ വിശ്രമം എടുക്കുകയായിരുന്നു എന്നറിയിച്ചു. ഹനനിയ മറിയാമിനെ അന്വേഷിച്ചു. അവളെ കണ്ടപ്പോൾ അവളിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ട് ഹനനിയ അമ്പരന്നുപോയി. അവൻ മുഖം തിരിച്ച് വേഗം എണീറ്റ് പ്രധാനാചാര്യൻ്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു: നിങ്ങൾ നീതിമാൻ എന്ന് വിധിച്ച യൗസേപ്പ് വളരെ ഹീനനാകുന്നു. അവൻ മഹാപാപം ചെയ്തിരിക്കുന്നു. ദൈവാലയത്തിൽ നിന്ന് വിവാഹ നിശ്ചയം മാത്രം ചെയ്ത് അവൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുത്ത കന്യകയെ ഇസ്രായേലിൽ ആരും അറിയാതെ അവൻ രഹസ്യമായി വിവാഹം ചെയ്ത് അവളോട് അന്യായമായത് പ്രവർത്തിക്കുകയും അതിനാൽ അവൾ ഗർഭിണിയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കേട്ട് സ്തംഭിച്ചു പോയ പ്രധാനാചാര്യൻ, കണ്ടാലും നീതിമാനായ യൗസേപ്പ് ഇങ്ങനെ പ്രവർത്തിച്ചു എന്നത് സത്യമോ എന്ന് ചോദിച്ചു. ഹനനിയ കോപത്തോടെ, നിങ്ങൾ നിങ്ങളുടെ വേലക്കാരെ അയച്ച് അന്വേഷിച്ച് തീർച്ച വരുത്തുവീൻ എന്ന് പറഞ്ഞു. പ്രധാനാചാര്യൻ അയച്ച വേലക്കാർ പോയി പരിശോധിച്ച ശേഷം വന്ന് സംഗതി ശരിയാണെന്ന് ബോധിപ്പിച്ചു. പ്രധാനാചാര്യന്മാരും ശാസ്ത്രിമാരും എല്ലാവരും കൂടി വേഗം മറിയമ്മിനെയും യൗസേപ്പിനെയും ആളയച്ചു വരുത്തി ചോദ്യം ചെയ്തു. പ്രധാനാചാര്യൻ മറിയമ്മിനോട്, മറിയമ്മേ, നീ പ്രവർത്തിച്ചതെന്ത്? നീ നിന്നെ തന്നെ നശിപ്പിച്ചതും ദൈവത്തെ മറന്നതും എന്ത്? നീ ദൈവത്തിൻ്റെ പരിശുദ്ധ സ്ഥലത്ത് വളർന്നവളും മാലാഖമാരാൽ പോഷിപ്പിക്കപ്പെട്ടവളും 2 പ്രാവശ്യം അവരുടെ സ്തുതിപ്പുകളെ കേട്ടവളുമല്ലയോ? മറിയാം വലിയ സങ്കടത്തോടെ ചങ്കുപൊട്ടുന്ന ദുഃഖത്തോടും അണപൊട്ടി ഒഴുകിയ കണ്ണീരോടും കൂടി ഇങ്ങനെ അറിയിച്ചു: ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ജീവനുള്ളവനായ എൻ്റെ ദൈവം എൻ്റെ നിഷ്കഷ്മതയെ അറിയുന്നു. ഞാൻ അവൻ്റെ മുൻപാകെ വെടിപ്പുള്ളവളാകുന്നു. അപ്പോൾ ആചാര്യന്മാർ യൗസേപ്പിനോട്, നീ ഈ ചെയ്തതെന്ത് എന്ന് ചോദിച്ചതിന്, എൻ്റെ ജീവനുള്ള ദൈവത്താണ്, ഞാൻ അവളെ അറിഞ്ഞിട്ടില്ല എന്ന് ബോധിപ്പിച്ചു. പ്രധാനാചാര്യൻ കോപത്തോടെ യൗസേപ്പിനോട്, നീ കളവ് പറയരുത്, സത്യം എന്തെന്ന് പരസ്യമാക്കുക. ഇസ്രായേൽ പുത്രന്മാരെ അറിയിക്കാതെ നീ അവളെ രഹസ്യമായി പരിഗ്രഹിച്ച് വിവാഹത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. ഇതിനാൽ നീ ദൈവശക്തിയെ ചെറുതാക്കി കളഞ്ഞു. കണ്ടാലും നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. എന്നാൽ യൗസേപ്പ് ഉത്തരം ഒന്നും പറയാതെ മൗനമായി നിന്ന് വിലപിച്ചു. അപ്പോൾ പ്രധാനാചാര്യൻ, യൗസേപ്പേ, നീ ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുപോയ കന്യകയ്ക്ക് സമാധാനം പറയണം എന്ന് ശഠിച്ചു. എന്നാൽ യൗസേപ്പ് മൗനമായി നിന്ന് കരഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അതിനാൽ പ്രധാനാചാര്യൻ അവരോട്, ഞങ്ങൾ നിങ്ങളെ ദൈവദത്തമായ പരിശോധനയുടെ ജലം കുടിപ്പിക്കും. അതിനാൽ നിങ്ങളുടെ അപരാധം വെളിപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞു. പരിശോധനയുടെ ജലം കൊണ്ടുവന്ന് യൗസേപ്പിന് നൽകി. സംഖ്യാപുസ്തകം 5:18 ഇത്തരമൊരു നടപടി ഇസ്രായേലിലുള്ളതായിട്ട് നമുക്ക് കാണാം. സത്യം ബോധിപ്പിക്കാത്ത കുറ്റവാളികളെ ഈ ജലം കുടിപ്പിക്കുകയും അവരെ അടുത്തുള്ള ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞ മലയിലേക്ക് കയറ്റിവിടുകയും കുറ്റക്കാരെങ്കിൽ അവരെ മൃഗങ്ങൾ കീറിക്കളയുകയും അങ്ങനെ അവരുടെ പാപം വെളിപ്പെടുകയും അല്ലാത്ത പക്ഷം അവർ അപകടം കൂടാതെ തിരിച്ചെത്തി സത്യം സാക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നതായിരുന്നു ഇസ്രായേലിൽ അന്ന് നിലവിലിരുന്ന വിശ്വാസവും ആചാരവും. യൗസേപ്പ് ആ ജലം വാങ്ങി കുടിച്ചു. അനന്തരം സിംഹങ്ങൾ, പുലികൾ മുതലായവ നിറഞ്ഞ മലയിലേക്ക് കയറ്റിവിടപ്പെട്ടു. എന്നാൽ അവൻ മലയിൽ കയറി യാതൊരു അപകടവും കൂടാതെ തിരിച്ചെത്തി.
അപ്പോൾ അങ്ങനെ തന്നെ മറിയമ്മിനെയും ജലം കുടിപ്പിച്ച് മലയിലേക്ക് കയറ്റിവിട്ടു. ഭാരമേറിയ ഉദരവുമായി അവൾ വളരെ ബന്ധപ്പെട്ട് മലയിലേക്ക് കയറിപ്പോയി. കുറെ കഴിഞ്ഞ് മലയുടെ അടിവാരത്തിൽ കാത്തുനിന്ന സകലരെയും അത്ഭുതവും ഭയവും കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ഉഗ്രന്മാരായ സിംഹങ്ങളാൽ കാവൽ ചെയ്യപ്പെട്ടവളായി മറിയാം ഇറങ്ങി വരുന്നത് കണ്ട് സകലരും ഭയപ്പെടുകയും നീതിമാനായ യോസേഫ് സന്തോഷത്താൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനാചാര്യൻ അവരോട്, ഞങ്ങളും നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകുവീൻ എന്ന് പറഞ്ഞു. നീതിമാനായ യോസേഫ് കമിഴ്ന്നുവീണ് ഇസ്രായേലിന് ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് സന്തോഷത്തോടെ മറിയാമിനെ കൂട്ടി ഭവനത്തിലേക്ക് മടങ്ങി. ലോകരക്ഷിതാവിൻ്റെ ജനനവും അനന്തര സംഭവങ്ങളും. നീതിമാനായ യൗസേപ്പും മർത്ത മറിയമ്മും കൂടി യൗസേപ്പിൻ്റെ വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു. മാർ യൗസേപ്പ് വളരെ കരുതലോടും സ്നേഹത്തോടും അവളെ പരിരക്ഷിച്ചിരുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചും പുണ്യജീവിതം നയിച്ചും വന്നു. വചനപ്പിന് ശേഷം വിശുദ്ധ മറിയാം ഇത് 10-ാം മാസത്തിലേക്ക് കടന്നു. അവൾക്ക് പ്രസവിക്കാനുള്ള കാലം അടുത്തിരുന്നു. അക്കാലത്ത് റോമാ ചക്രവർത്തിയായ ആഗസ്റ്റോസ് കൈസർ സുറിയ നാട് വാണിരുന്നു. എല്ലാവരുടെയും സെൻസസ് എടുക്കുവാനും തദനുസരണം കരം പിരിക്കുവാനും ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു. ഓരോരുവനും അവനവൻ്റെ സ്വന്തം സ്ഥലത്ത് എത്തി പേരുകൾ നൽകണമെന്നും കരം അടയ്ക്കണമെന്നും ആയിരുന്നു കൽപ്പന. അതനുസരിച്ച് യൗസേഫും മക്കളും ബത്ലഹേമിൽ എത്തി പേർവഴി ചാർത്തി കരം അടയ്ക്കേണ്ടിയിരുന്നു. രാജ്യത്തിൻ്റെയും സഭയുടെയും കൽപ്പനകളെ തദനുസരണം ആചരിച്ചിരുന്ന നീതിമാനായിരുന്നു മാർ യൗസേപ്പ്. ആകയാൽ അദ്ദേഹം ബത്ലഹേമിലേക്ക് പോകാൻ പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടായി. തൻ്റെ മുൻ വിവാഹത്തിലുള്ള മക്കളുടെ എല്ലാം പേരുവിവരവും കരവും പ്രശ്നമില്ലാതെ അടയ്ക്കാം. എന്നാൽ ഈ പെൺകുട്ടിയെ എങ്ങനെ പേർവഴി ചാർത്തും? മകളായി പേര് ചാർത്തിയാൽ അത് കളവാകും. മകളല്ലെന്ന് ഇസ്രായേൽ മുഴുവനും അറിയാം. ഭാര്യയല്ലാതിരിക്കെ ഭാര്യ എന്ന് പറയുവാൻ അവൻ ലജ്ജിച്ചു. എന്തു ചെയ്യും എന്നോർത്ത് മാർ യൗസേപ്പ് ദുഃഖിതനായി. എന്നാൽ ദൈവഹിതം എന്തോ അതുപോലെ വരട്ടെ, ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് അവൻ യാത്രയ്ക്കൊരുങ്ങി. കഴുതയെ ഒരുക്കി. പൂർണ്ണ ഗർഭിണിയായ മറിയമ്മിനെ കഴുതപ്പുറത്ത് കയറ്റി ഇരുത്തി യൗസേപ്പും മക്കളും കൂടെ നടന്നു. അവർക്ക് 3 മൈൽ ദൂരം യാത്ര ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂടെ യൗസേപ്പ് മറിയാമിനെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ വളരെ ക്ഷീണിതയും ആലസ്യം അനുഭവിക്കുന്നവളുമായി കണ്ടു. വീണ്ടും നോക്കിയപ്പോൾ വിശുദ്ധ മറിയാം 2 വശങ്ങളിലേക്കും മാറി മാറി നോക്കുന്നതായും ചിലപ്പോൾ സന്തോഷിക്കുന്നവളായും ചിലപ്പോൾ ദുഃഖിക്കുന്നവളായും കാണപ്പെട്ടു. എന്താണിതിന് കാരണം എന്ന് ആരാഞ്ഞപ്പോൾ മറിയാം പറഞ്ഞു, ഞാൻ 2 കൂട്ടം മനുഷ്യരെ കാണുന്നു. ഒരു കൂട്ടം സന്തോഷിച്ച് ആനന്ദിക്കുന്നു, മറ്റേ കൂട്ടം സങ്കടപ്പെട്ട് കരയുന്നു. അവർ ബത്ലഹേമിനോട് വളരെ സമീപിച്ചു. അപ്പോൾ വിശുദ്ധ മറിയാം മാർ യൗസേപ്പിനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ നീതിമാനായുള്ളവി, എനിക്ക് പ്രസവകാലം അടുത്തിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ പുറത്തേക്ക് വരുവാൻ ധൃതി കൂട്ടുന്നു. എന്നെ കഴുതപ്പുറത്തു നിന്നും താഴെ ഇറക്കണമേ. യൗസേപ്പ് വളരെ നിസ്സഹായനായി അവളെ നോക്കി പറഞ്ഞു, മറിയമേ, ഈ വിജനപ്രദേശത്ത് ഞാൻ നിനക്കായി എവിടെ സ്ഥലം കണ്ടുപിടിക്കും? നീ പുത്രനെ പ്രസവിച്ച് എവിടെ കിടത്തും? ഞാൻ എന്തു ചെയ്യും? ഒരു മറ എവിടെ ലഭിക്കും? അയ്യോ, ഞാൻ എന്തു ചെയ്യേണ്ടു? വിശുദ്ധ മറിയാം 4 പാടും നോക്കി. അവിടെ ഒരു കല്ലടാവ് കണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് പ്രസവവേദന വളരെ ശക്തിയാവുന്നു. പ്രജ എൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് കുതിക്കുന്നു. ഈ ലോകത്തിൽ ഞാൻ ഒരാശ്രയമില്ലാത്തവളാണ്. ഈ സമയത്ത് പോലും എനിക്കൊരിടവും ഇല്ലെന്നോ? ഒരു കീറപ്പായ പോലും എനിക്കില്ലല്ലോ. ലോകരക്ഷിതാവിനെ ആ കാണുന്ന പാറയുടെ വിടവിൽ പ്രസവിച്ച് അവിടെ ഞാൻ കിടത്തിക്കൊള്ളാം. ദൈവം വിചാരിച്ച് എന്നെ കഴുതപ്പുറത്തു നിന്നും ഇറക്കി ആ കല്ലടാവിൽ ആക്കിത്തരണമേ. ദുഃഖിതനും അനുകമ്പ നിറഞ്ഞവനുമായ യൗസേപ്പ് വിശുദ്ധ കന്യകമറിയാമിനെ കഴുതപ്പുറത്തു നിന്നും ഇറക്കി ആ കല്ലടാവിലാക്കി. തൻ്റെ മക്കളെ കാവൽ നിർത്തിയിട്ട് ഇസ്രായേൽക്കാരിയായ ഒരു വയറ്റാട്ടിയെ വിളിച്ചുകൊണ്ടുവരുവാൻ യൗസേപ്പ് വേഗം ഓടി. എന്നാൽ ഇങ്ങനെ ഓടിപ്പോകുന്ന യൗസേപ്പ് താൻ മുൻപോട്ട് നീങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കി. 4 പാടും നോക്കി. ആകാശത്തിലും ഭൂമിയിലും സർവ്വതും നിശ്ചലമായി നിൽക്കുന്നത് കണ്ട് അവൻ സ്തബ്ധനായി. മാർ യൗസേപ്പ് തന്നെ അതിപ്രകാരം വിവരിച്ചിരിക്കുന്നു. ഞാൻ ആകാശത്തിലേക്ക് നോക്കി, മേഘങ്ങൾ നിശ്ചലങ്ങളായി അത്ഭുതത്തോടെ താഴേക്ക് നോക്കി നിൽക്കുന്നു. അന്തരീക്ഷം അനക്കമില്ലാതെ നിലകൊണ്ടു. അതിൽ പറന്നു നടന്ന പക്ഷികൾ അനങ്ങാതെ അവിടെ തങ്ങി നിന്നു. ഭൂമിയിലെ സകല ചരാചരങ്ങളും നിശ്ചലങ്ങളായി. ജോലി ചെയ്തുകൊണ്ടിരുന്നവർ അപ്പാടെ നിന്നുപോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ കൈകൾ വായിലേക്ക് അടുപ്പിച്ചെങ്കിലും വായിലെത്താതെ നിന്നുപോയി. കൈകൾ മേലോട്ടുയർത്തിയവർ അങ്ങനെ തന്നെ നിന്നു. എല്ലാവരുടെയും ദൃഷ്ടികൾ മേൽപോട്ട് നോക്കിയിരുന്നു. ഇടയന്മാർ ആടുകളെ അടിച്ചുകൊണ്ട് പോയെങ്കിലും അവരും ആടുകളും നിശ്ചലമായി നിന്നു. വെള്ളം കുടിക്കാൻ നീരുറവെങ്കിലെത്തിയ കോലാട്ടിൻ പറ്റം വായി തുറന്നുവെങ്കിലും വെള്ളം കുടിക്കാതെ നിന്നുപോയി. വൃക്ഷങ്ങൾ തലകുമ്പിട്ട് നിന്നു. സകല ജീവജാലങ്ങളും ആകാശവും അതിൻ്റെ സമസ്ത
വിധാനങ്ങളും ഒരു നിമിഷം നിശ്ചലമായി. പെട്ടെന്ന് അവയെല്ലാം അവയുടെ യഥാസ്ഥിതിയിലാകുകയും ചെയ്തു. ആ സമയം ഒരു സ്ത്രീ തൊട്ടടുത്തുള്ള കുന്നിൽ നിന്നും ഇറങ്ങി വന്നു. അവൾ യൗസേപ്പിനോട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ വയറ്റാട്ടിയായ ഒരു യഹൂദ സ്ത്രീയെ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന യൗസേപ്പിന്റെ മറുപടി കേട്ട അവൾ, ഏത് സ്ത്രീക്കാണ് പ്രസവവേദന, അവൾ എവിടെ എന്ന് ചോദിച്ചതിന് അവൻ ഇപ്രകാരം പറഞ്ഞു, മറിയാം എന്ന ദൈവാലയത്തിൽ വളർന്ന കന്യകയായ പെൺകുട്ടി ദൈവനിയോഗപ്രകാരം എനിക്ക് ഭാര്യയായി നിശ്ചയിക്കപ്പെട്ട ശേഷം അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുകയും ഇപ്പോൾ ഞങ്ങൾ പേർവഴി ചാർത്തുവാൻ വരുമ്പോൾ അവൾക്ക് പ്രസവകാലം വന്നു ചേർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സത്യമോ എന്ന ചോദ്യത്തിന് വന്നു കണ്ടാലും എന്ന് യൗസേപ്പ് മറുപടി പറയുകയും ആ സ്ത്രീ യൗസേപ്പിനോടൊപ്പം കല്ലടാവിലേക്ക് വരികയും ചെയ്തു. അവർ അവിടെ എത്തിയപ്പോൾ ആ കല്ലടാവിനെ ഒരു വലിയ പ്രകാശമേഘം മൂടിയിരിക്കുന്നത് കണ്ട് അവർ പരിഭ്രമിച്ചു. ഇന്ന് ഈ വലിയ മഹാത്ഭുതം കണ്ടതിനാൽ എൻ്റെ ആത്മാവ് ധന്യമായി ദൈവത്തെ പുകഴ്ത്തുന്നു. കണ്ടാലും ഇസ്രായേലിന് രക്ഷയുണ്ടായിരിക്കുന്നു എന്ന് ആ സ്ത്രീ അട്ടഹസിച്ചു പറഞ്ഞു. നീതിമാനായ യൗസേപ്പ് മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചു. പെട്ടെന്ന് തങ്ങളുടെ കണ്ണുകൾക്ക് താങ്ങാനാവാത്ത തരത്തിലുള്ള വലിയ പ്രകാശധാരയായി ആ മേഘം കാണപ്പെട്ടു. സാവകാശം ആ പ്രകാശത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ് വരികയും അത് ചെറുതായി ശിശുവിന്മേൽ മാത്രമായി തെളിഞ്ഞു നിൽക്കുകയും അല്പസമയത്തിനുള്ളിൽ പ്രകാശം മാഞ്ഞ് ശിശു കാണപ്പെടുകയും പരിശുദ്ധ അമ്മയുടെ കൈകളിൽ വഹിക്കപ്പെട്ട് മുലപ്പാൽ കുടിക്കുന്ന ശിശു എല്ലാവർക്കും ദൃശ്യമാവുകയും ചെയ്തു. കന്യകയായ മാതാവിൽ നിന്ന് ശിശു പാൽ കുടിക്കുന്നത് കണ്ടപ്പോൾ വയറ്റാട്ടി ഇപ്രകാരം അട്ടഹസിച്ചു, ഇതാ എത്രയോ മഹത്വമേറിയ ദിവസമാകുന്നു. എന്തെന്നാൽ ഇന്ന് എൻ്റെ കണ്ണുകൾ തികച്ചും അസാധാരണമായ കാഴ്ച കണ്ടിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. വയറ്റാട്ടി മഹാസന്തോഷത്തോടെ പോകുന്ന വഴി ശോലൂം എന്ന സ്ത്രീയെ കണ്ടു. അവളോട് ഇപ്രകാരം പറഞ്ഞു, ശോലൂം, കണ്ടാലും പ്രകൃത്യ ഉള്ളതിന് വിപരീതമായി ഞാൻ കണ്ട ഒരത്ഭുത കാര്യം ഇന്ന് ഞാൻ നിന്നെ അറിയിക്കട്ടെ. ഇതാ ഒരു കന്യക ശിശുവിനെ പ്രസവിച്ചിരിക്കുന്നു. അവളുടെ കന്യാത്വത്തിന് ഭംഗം ഇല്ല തന്നെ. തുടർന്ന് ശോലൂവും ആ അത്ഭുത കാഴ്ച കാണുവാൻ കല്ലടാവിലേക്ക് വന്നു. എന്നാൽ അവൾ ദൈവത്തിൻ്റെ ജനനത്തെ ഇപ്രകാരം പരീക്ഷിച്ചതിനാൽ അവളുടെ കൈ മുറിഞ്ഞു പോകത്തക്ക രീതിയിൽ അത് വരണ്ടുപോയി. അവൾ മുട്ടുകുത്തി പ്രാർത്ഥിപ്പാനും വിലപിപ്പാനും തുടങ്ങി. അയ്യോ ദൈവമേ, ഞാനും അബ്രഹാമിൻ്റെ മകൾ തന്നെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മകൾ തന്നെ. പിതാക്കന്മാരുടെ ദൈവമേ, അവരെ ഓർത്ത് കരുണ ചെയ്യണമേ. എന്നെ ഇസ്രായേലിനെ ലജ്ജയാക്കരുതേ. ഞാൻ നിന്റെ മുൻപാകെ കഴിച്ച നേർച്ച കാഴ്ചകളെയും ദാനധർമ്മങ്ങളെയും അവിടുന്ന് ഓർക്കണമേ. ഞാൻ പ്രതിഫലം ഇച്ഛിച്ചല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ, ശോലൂമേ, നീ ആ ശിശുവിനെ സ്പർശിക്കുക, അവൻ നിന്നെ സൗഖ്യമാക്കും. ദൈവം നിന്റെ യാചന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ശോലൂം മഹാസന്തോഷത്തോടെ കുട്ടിയെ തൊട്ടു വീണു വണങ്ങി പറഞ്ഞു, ഇതാ ഇവനെ തൊടുവാൻ പോലും യോഗ്യയല്ല, ഇവൻ ഇസ്രായേലിൻ്റെ രാജാവ് തന്നെ. പെട്ടെന്ന് അവളുടെ കൈ സൗഖ്യം പ്രാപിച്ചു. അവൾ വലിയ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് പുറപ്പെട്ടു പോയി. പോകുമ്പോൾ ഇപ്രകാരം ഒരു ശബ്ദമുണ്ടായി, ശോലൂമേ, ഈ കുട്ടി യെരുശലേമിലേക്ക് പ്രവേശിക്കും വരെ നീ ഇത് ആരോടും പറയരുത്. യൗസേപ്പ് അമ്മയെയും കുട്ടിയെയും കൂട്ടി യഹൂദയിലേക്ക് പോകുന്നതിന് ഒരുങ്ങി. വിശുദ്ധ അന്ത്യോക്യ സഭയുടെ പിതാക്കന്മാർ സൂക്ഷിച്ചിരുന്നതും ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ പ്രചാരത്തിലിരുന്നതും പുതിയ നിയമ കാനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുമായ 26 ചെറു ഗ്രന്ഥങ്ങളുടെ സമാഹരണത്തിൽ നിന്നും ആദ്യത്തെ 2 പുസ്തകങ്ങൾ വിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വിശുദ്ധ മാതാവിൻ്റെ ചരിത്രം വിശുദ്ധ മത്തായി ശ്ലീഹായാലും നമ്മുടെ കർത്താവിൻ്റെ സഹോദരൻ വിശുദ്ധ യാക്കോബ് ശ്ലീഹായാലും എഴുതപ്പെട്ടതാണ്. ആയത് അഭിമന്യ പെരുമ്പള്ളി ഗ്രിഗോറിയോസ് തിരുമേനിയും മലങ്കര മൽപ്പാൻ ആർച്ച് കോർപ്പിസ്കോപ്പ വന്യ കണിയാമ്പ്രമ്പലച്ചനും പരിഭാഷപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നുമുള്ള വിവരങ്ങളാണ് നാം കേട്ടത്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. US OC വേണ്ടി ഷവലിയർ കെ.ഒ. മാത്യു കോങ്കര.